ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് സ്ലീപ്പർ ബസ്സും കൊണ്ടാണ്. അപ്പോൾ നമുക്കിന്ന് ഒരു ട്രിപ്പ് ഉണ്ട്, അതിന് വേണ്ടി നമ്മൾ പോവാണ്. നമുക്ക് ഇപ്പോൾ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടാവും. 8 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അവിടെ 8:15 ബസ് കൊടുക്കേണ്ടിയുള്ളത്. നമ്മുടെ ലാലേട്ടൻ എഡീഷൻ വോൾവോ 9600 ആണ്. എന്നപ്പോൾ നമുക്ക് എൻജിൻ സൗണ്ട് ഒന്ന് കേട്ടോക്കാം. വണ്ടി ഇതിൻ്റെ ഇൻറ്റീരിയറാണ് ഇത്. നമ്മുടെ വോൾവോൻ്റെ സ്റ്റിയറിങ് ഒക്കെ. നമുക്കിനി വണ്ടീൻ്റെ സൗണ്ട് ഒന്ന് കേട്ടോക്കാം. നമുക്ക് ഈ ബസ് എന്ന് വെച്ചാൽ അത്യാവശ്യം വലിപ്പമുണ്ട്. ഇത് 12 മീറ്റർ ചേസാന്ന് തോന്നുന്നു, പക്ഷേ അത് 12 മീറ്ററിനെക്കാട്ടും വലിപ്പമുണ്ട് കേട്ടോ ഇതിന്. ഇതാണ് ഗൈസ് നമ്മുടെ ബസ്സിൻ്റെ ഇൻറ്റീരിയർ. വോൾവോ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈ സീറ്റുമേൽ. ഇനിയിപ്പോൾ സ്ലീപ്പർ ബസ്സാണിത്. നമ്മൾ നേരം ഓക്കെ, വണ്ടീൻ്റെ ഗ്ലാസ് ഒക്കെ റെഡിയാണ്. ഇനി നമുക്ക് വണ്ടി ഒച്ച ഒരു നല്ല സൗണ്ടാണ് ഇതിൻ്റെ. അപ്പം നമുക്ക് പോകാം. അപ്പം തന്നെ നമ്മൾ ഈ സ്ഥലത്തില്ലേ വണ്ടി നിർത്തി പാർക്ക് ചെയ്യുന്നതിന് പുറത്ത്, അത് അവിടെയാണ് ഇത് ട്രിപ്പ് എടുക്കുന്നത്. നമ്മൾ സ്ലീപ്പർ ബസ് ആയതുകൊണ്ട് ഒരു ആൾക്കാർ മൊത്തം ഇതിൽ കൊള്ളുമെന്ന് അറിയില്ല. ആൾക്കാരെല്ലാവരും കൂടെ നമുക്ക് നോക്കാം. ആൾക്കാരൊക്കെ എത്താൻ ഗൈസ്. അപ്പോൾ നമ്മൾ ആൾക്കാരൊക്കെ എത്താണ്. നമ്മൾ പുഞ്ചിരിൻ്റെ ബസ്സാട്ടോ അത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒന്നുകൂടി പറയാം. പുഞ്ചിരിൻ്റെ ലാലേട്ടൻ എഡീഷൻ ബസ് 9600 BS6 ആണ് തോന്നുന്നു. വോൾവോ ആട്ടെ BS6 ആണെന്നൊന്നും അറിയില്ല. എന്തായാലും നല്ല സുഖമാണ് ഈ വണ്ടി ഓട്ടാൻ. ഞാൻ ഇത് ഓടിച്ചേക്കുന്നുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് ഇന്നും പോകുന്നുണ്ടല്ലോ, ഞാൻ നോക്കാം. നല്ലോണം വണ്ടി നല്ലൊരു പുള്ളിയും കിട്ടുന്നുണ്ട് ഗൈസ്. നല്ല സ്മൂത്താണ്, ഒഴുകി പോകുന്നതോടെയാണ് വണ്ടി പോകാൻ. സെൻ്റെ വയനാട് ബസ് അതാ അതിൻ്റെ വഴി പിടിക്കാം ഗൈസ്. മഴ പെയ്തു ഇറങ്ങിയപ്പോഴേക്ക് തന്നെ എവിടെ തുറത്താണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് പോകാം. നമുക്ക് അവിടെ തിരിച്ച് യൂട്ടേൺ അടിച്ച് വരണം. പൈസ കൊടുക്കേണ്ടി വിറ്റി വണ്ടി നിർത്താത്തതിന്. തൂപ്പ് കത്തിപ്പം പറ്റിയായി. ഞാൻ വെറുതെ നിന്ന് ഗൈസ്. നമ്മൾ സൈഡോട്ടായിരുന്നു പോകും. നമ്മൾ നേരെ പോയി. നമ്മൾ വഴിയിൽ എന്താ ബസ്സുണ്ട് മുമ്പോ ഇച്ചിനപ്പോൾ നമ്മളെ വണ്ടീൻ്റെ ബാക്ക് മൊത്തം ചങ്ങായിരുന്നു. അപ്പോൾ പുഞ്ചിരിക്ക് രസമുണ്ടാവില്ല. അന്നേരം പുഞ്ചിരിക്ക് പകരം സങ്കടിരിക്കും.
10K ലൈക്കും 100 അല്ല 2K സബ്സ്ക്രൈബേഴ്സ് ഈ ചാനലിനായാൽ നിങ്ങൾക്ക് ഞാൻ വേറൊരു സമ്മാനം തരും. 2 സമ്മാനമുണ്ട്, നോക്കിക്കോളി. നമ്മളെ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെ എഴുതിയിട്ടുള്ളൂ. നമ്മളൊരു ഗൃഹത്തിനായിരിക്കും അതിന് 2K സബ്സ്ക്രൈബേഴ്സും അല്ല 1K സബ്സ്ക്രൈബേഴ്സും ആണ്. അവിടെ നിന്ന് നമുക്ക് യൂട്ട് അടിക്കാം. ആ ഓട്ടോറിക്ഷ ഞാൻ വിചാരിച്ച ഓട്ടോറിക്ഷ കൊണ്ടുപോയി കുത്തിച്ച് നമ്മൾ പുറത്തുകൂടെ റോഡില്ല റോഡിൽ കൂടെ വൈവെട്ടി പോകാം. എന്തായാലും നമുക്ക് പോവാം. നല്ല സുഖമുണ്ട് ഈ വണ്ടി എടുത്ത് പോവാൻ. ഇപ്പോൾ പോവാൻ പോവുകയായിരുന്നു. ഇതിൻ്റെ സൈഡിൽ ഇതിൻ്റെ വണ്ടീൻ്റെ ഈ പാർട്സിനൊക്കെ നല്ല വിലയാണ്. ഇതിൻ്റെ കൊമ്പിനെന്നെ നല്ല വില. മറ്റേ വണ്ടിക്ക് ഇപ്പം ചില്ലില്ലെന്ന എൻജിൻ പോലെ. പ്രൈവറ്റ് ബസ് അല്ല കേട്ടോ, പ്രൈവറ്റ് ബസ്സിന് വേറൊരു ഇതുണ്ട്, ഫാൻ ബേസ് ഉണ്ട്. പുഞ്ചിരിൻ്റെ ഈറ്റ വോൾവോൻ്റെ ബസ്സിന് വേറൊരു ഫാൻ ബേസ്, ലേലാൻഡിന് വേറൊരു ഫാൻ ബേസ്, ഏഷ്യന് വേറൊരു ഫാൻ ബേസ്, ടാറ്റക്ക് വേറൊരു ഫാൻ ബേസ്, അങ്ങനെ കുറേ ഇതിനൊക്കെ ഉണ്ട് ഫാൻ ബേസ്. നമ്മളിപ്പോൾ ലേലാൻഡും എനിക്ക് ലേലാൻഡും ഇഷ്ടം, വോൾവോ ഇഷ്ടം, ഏഷ്യറും ഇഷ്ടം, ടാറ്റ ഇഷ്ടം. എന്നപ്പം നമ്മളൊരു വ്യൂ പോയിന്റിലേക്കാണ് ഗൈസ് പോകുന്നത്. അപ്പോൾ അവിടെ എത്തുമ്പോഴേ രാത്രിയാവും. അവിടെ എത്തുമ്പോഴേക്ക് എന്നപ്പോൾ ഒരു കോയും കുയും ഉണ്ടാവുക. എന്നപ്പോൾ നമ്മൾ വണ്ടി നിൽക്കുകയാണ്. ഇവിടെ നമ്മൾ ഫ്രഷപ്പ് ആയത് വണ്ടി നിർത്തി ഫ്രഷപ്പൊക്കെ ആയി. അല്ല, നമ്മൾ അവിടെ നല്ല ബാക്കിൽ ഒരു സ്ഥലത്ത് ഫ്രഷപ്പ് അടിച്ച് ഇവിടെ വന്നാണ്. അതിൻ്റെ ഗ്യാപ്പിൽ ഇത് സംഭവം ഉണ്ടെങ്കിൽ അതിന് ലാസ്റ്റ് പറഞ്ഞുതരാം. വീഡിയോ എടുക്കാൻ ഞാൻ പറഞ്ഞു. നമ്മളൊരു നല്ലൊരു ലൊക്കേഷൻ, ഇത് 2 വണ്ടിക്ക് മാത്രം പോകാനുള്ളൊരു വയനാട് പോലുള്ള ഒരു ലൊക്കേഷൻ. അത് സന്തോഷമുള്ളതുമാണ്, നമ്മൾ സങ്കടപ്പെട്ട് പോയതുമാണ്. പോയാലും സങ്കടപ്പെട്ടതുമാണ്. ഇപ്പോൾ കണ്ടാലും വല്ലാത്തൊരു സന്തോഷം. എന്താന്ന് വണ്ടിയുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ബസ്സുള്ളവർക്ക്. അപ്പം ഞാൻ എന്തായാലും ലാസ്റ്റ് പറയുന്നുണ്ട്. ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞ് പറയും. അപ്പം നമുക്ക് ഇവിടെ എത്താനായിരുന്നു. ഇവിടെ നമുക്ക് ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നില്ല. ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അങ്ങനെ പ്രകാശിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. അങ്ങനെ പ്രകാശിൽ കയറിയ വീഡിയോ എടുക്കാൻ പറ്റൂല. ഇതും അങ്ങനെ ചോദിച്ചു. നമ്മളെ വണ്ടിക്ക് ചെറിയൊരു ചൂട് കയറി വരുന്നുണ്ട് കാറിൻ്റെ കൂടെ. ചെറുതെന്ന് വെച്ചാൽ മറ്റേ ഇതിൻ്റെ ടയറിൻ്റെ ഉള്ളെന്ന് മറ്റേത് എയർ വിടൂലേ, നമ്മൾ വണ്ടീൻ്റെ എയർ ബ്രേക്ക് കയറുമ്പോൾ മറ്റേ എയർ ബ്രേക്ക് പിടിക്കുമ്പോൾ എയർ കയറുപോലെ വന്നപ്പോൾ നമ്മൾ ഇതാ MVDൻ്റെ വയ്യിൽ പോയി എയർഫോൺ അടിച്ചിട്ടുണ്ട്. നേരത്തെ ഇപ്പോഴും അടിച്ചിട്ടുണ്ട്, നേരത്തെ അടിച്ചിട്ടുണ്ട്. വന്നപ്പം മഴ പെയ്ത് വന്നപ്പോൾ നമുക്ക് ഇവിടെയാണ് ഫുഡ് കഴിക്കുന്ന സ്ഥലമുള്ളത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നിടത്ത് നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് നേരെ പോകാനുള്ളത് മറ്റേ ലൊക്കേഷനിലേക്കാണ്. എന്നപ്പോൾ നമുക്ക് പോവാം. നമ്മുടെ വണ്ടി ഇനി കുറച്ച്
ആൾക്കാർ ഇറക്കണം ഗൈസ്. മഴയും പെയ്യുന്നുണ്ട്. നമുക്ക് വേഗം ആൾക്കാരെ എടുത്ത് നമുക്കൊന്ന് നടക്കാം. നമ്മുടെ വണ്ടീൻ്റെ ബാക്ക് വിൻഡോ തുറന്നിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിയിൽ ആൾക്കാരെ വീട്ടിൽ പോകണം. റെസ്പോൺസ് നിന്നോട് ഞാൻ പറയും. നേരത്തെ ഞാൻ പറഞ്ഞു ഒരു കാര്യമുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയൊക്കെ പിടിച്ചിരുന്ന പഴയ BMR ഗഡോണം വണ്ടിയിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് നല്ലൊരു ഇതിലെത്തി. അപ്പോൾ ഒരു കർണാടകയിലുള്ള ഒരാളെയാണുള്ളത്. അത് വളരെ തന്നെ ട്രിപ്പ് എടുത്ത് പോയത് ഗൈസ്. ആ വീഡിയോ എടുക്കാൻ കിട്ടിയില്ല. പുഞ്ചിറ്റിൻ്റെ ബസ് പഴയ BMR ഗഡോണം. അപ്പോൾ ഒരു കളർ വണ്ടിയായിട്ട് അവിടെ ഓടുകയാണ്. ആ വണ്ടീൻ്റെ പേര് ഇങ്ങോട്ട് മറന്നു ഗൈസ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഗൈസ്. നമുക്ക് എന്തായാലും വണ്ടി എടുക്കാം. നമ്മുടെ വണ്ടി തിരിഞ്ഞു ഗൈസ്, നല്ലോണം തിരിഞ്ഞു. നമുക്ക് വണ്ടി എടുത്ത് പോകാം. നമുക്ക് സ്പീഡ് പോകണം. ഒരു 5 മണിക്ക് ട്രിപ്പ് ഉണ്ടല്ലോ. നമുക്ക് 5 മണിയാകുമ്പോൾ അവിടെ എത്തണം. ഇപ്പം തന്നെ രാവിലെ ആവാനേ. അതുകൊണ്ട് നമുക്ക് വേഗം പോകണം ഗൈസ്. നമ്മൾ സ്പീഡിൽ പോവാണ്. ഇതിലേക്ക് വരുന്നതിൽ ഏറ്റവും കൂടുതലുള്ള ജോഹൻ്റെ ട്രാവലറാണ് ഗൈസ്. ജോഹൻ കുറേ ട്രാവലറുണ്ട്. കൂടുതലും കണ്ട് ജോഹൻ്റെ ട്രാവലേഴ്സ് ഓരോ മറ്റേതൊക്കെ 4 മറ്റേത് അതിൻ്റെ പേര് കിട്ടുന്നില്ല. ജോഹൻ്റെ ട്രാവലേഴ്സ് ഉണ്ട്. ജോഹൻ്റെ ട്രാവൽസ് അത് ജോഹ ട്രാവൽസ് ആണ് നമ്മളെ മറ്റേ വില സെഡസ്ത്ര എടുത്ത് കാർട്ടലിലെ പടവീടിൻ്റെ സെഡസ്ത്ര എടുത്ത് ടീം ജോഹല്ലേ ഓരോ ട്രാവലർ ഞാൻ കൊണ്ട് കുറേ എടുത്തിരിക്കുന്നു. നല്ല സ്പീഡൊക്കെ പോകുന്നുണ്ട്. നമ്മൾ പറ്റില്ല ഈ വണ്ടി പുതിയ വണ്ടിയല്ലേ ഗൈസ്. അത് ഹാങ് ആയിപ്പോയി ഗൈസ്. ബ്രേക്ക് ഔട്ട് ആയിപ്പോയി. പിന്നെ ഞാൻ എടുത്തതിന് അതുകൊണ്ടാണ് ഗൈസ് അതിലൊരു തോന്നുന്നു. നമ്മൾ ആ സ്പീഡിൽ തന്നെ പോകണം. നമ്മൾ ഒരു മണി വണ്ടിയാണ്. 2 മണിയായപ്പോഴേക്കും നമ്മളത് അവിടെ എത്തിയിട്ടാണ്. സ്ഥലം മാറിപ്പോയി ഗൈസ്. അപ്പുറത്ത് ലേശോടെ മുന്നോട്ട് പോയിട്ടാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ പോകാം. നമുക്ക് പോവാം. ഇതിൻ്റെ മുന്നേ തന്നെ നേരെ മുന്നേ തന്നെ നമുക്ക് ഗൈസ് നമുക്ക് പോകാം. നമ്മുടെ പുഞ്ചിരിൻ്റെ ബസ്സുണ്ട്. നമുക്ക് വേറെ സ്ഥലത്ത് ആയിട്ട് ഇതിൻ്റെ ഗിയർ പറഞ്ഞിട്ടെങ്കിൽ നിങ്ങൾ സർപ്രൈസ് ഉണ്ട് പറഞ്ഞാൽ വെറുതെ ഉള്ളതാണ്. ഇനി അത്ര ഗിയറുണ്ട്. അത് അവിടെയാണ് ഗൈസ്. നമുക്ക് മുന്നിലാണ്. ഇവിടെയാണ് ഗൈസ് നമ്മൾ ആൾക്കാരാക്കാനുള്ളത്. എത്ര ഗിയറുണ്ടെന്ന് പറയണേ കമൻറ്റ് ചെയ്യണം എന്തായാലും കേട്ടോ. ഓക്കെ, നമുക്കിത് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി നമ്മൾ പുതിയൊരു വീഡിയോയായി അടുത്തതായി വരുന്നുണ്ട്. നമ്മുടെ പുഞ്ചിരിൻ്റെ ഈ ബസ് തന്നെ വോൾവോ 9600 പുഞ്ചിരി ലാലേട്ടൻ എഡിഷൻ. നല്ല വണ്ടിയാണ്. നല്ല സുഖത്തോട്ടെ ഒഴുകി പോകുന്നതാണ് ബസ് പോകുന്നത്. എന്നപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ അതിൻ്റെ ചെയ്യാൻ ടൈം ആയതുകൊണ്ട് നമ്മൾ പോവുകയാണ് ഗൈസ്. നമുക്ക് അന്നേരം വണ്ടിയിൽ ആൾക്കാരെ ഇറക്കിയിട്ട് പോകാം. നമ്മൾ വണ്ടിയിൽ ആൾക്കാരെ ഇറക്കാൻ പോകുന്നു. ബൈ അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം.